ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ DC മിഷൻസ് പഠിക്കുമ്പോൾ നമുക്ക് അതിലൊരു എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളും ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ DC ജനറേറ്ററിൻ്റെ കേസിലാണെങ്കിലും DC മോട്ടറിൻ്റെ കേസിലാണെങ്കിലും ഓരോ ഫിംഗേഴ്സ്, അതായത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡിൻ്റെ ഓരോ ഫിംഗറും, അതായത് 4 ഫിംഗർ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, മിഡിൽ ഫിംഗർ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, തം എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന രീതിയിൽ നമുക്ക് പ്രീവിയസ് ഇയറിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആയിക്കോട്ടെ റൈറ്റ് ഹാൻഡ് റൂൾ ആയിക്കോട്ടെ, ഇതിലെ ഓരോ ഫിംഗേഴ്സും എന്തിനെയൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. നമ്മൾ നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ദ 4 ഫിംഗർ ഓൾവേസ് പോയിന്റ്സ് ടുവേർഡ്സ് ദ ഡയറക്ഷൻ ഓഫ്. എന്താ ചോദിച്ചിട്ടുള്ളത്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരം എന്താണ് 4 ഫിംഗർ ഓൾവേസ് പോയിന്റ് ടുവേർഡ്സ് ദ ഡയറക്ഷൻ ഓഫ്. ലെഫ്റ്റ് ഹാൻഡ് ആണ്. ലെഫ്റ്റ് ഹാൻഡ് എവിടെയാണ് യൂസ് ചെയ്യുക? അത് ആദ്യം നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ? ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ എന്തിലാണ് യൂസ് ചെയ്യുക? DC ജനറേറ്ററിലാണോ DC മോട്ടറിലാണോ? ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ DC മോട്ടറിൻ്റെ എന്താണ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ, അതായത് DC മോട്ടറിൻ്റെ ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ സാധാരണ എന്ത് യൂസ് ചെയ്യാറുള്ളത്? ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ്, എൻ്റെ ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഇതാണ്, അതിന് നമ്മൾ പെർപെൻഡിക്കുലറായി വെക്കും. അതിൽ 4 ഫിംഗർ ഉണ്ട്, തമ്പുണ്ട്, അതുപോലെ എന്താണ് മിഡിൽ ഫിംഗർ. ഓരോ ഫിംഗേഴ്സും എന്തിനെയാണ് പോയിന്റ് ചെയ്തിട്ടുള്ളത് അതറിഞ്ഞാൽ മാത്രമേ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ എന്താണ് തമ്പ് എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുക? ഇപ്പോൾ ലെഫ്റ്റ് ആണെങ്കിലും റൈറ്റ് ആണെങ്കിലും സെയിം തന്നെയാണ് കേട്ടോ, ഏകദേശം എല്ലാം ഒരേ തന്നെയാണ്. അപ്പോൾ നമ്മളുടെ തമ്പ് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് അല്ലെങ്കിൽ മോഷനെയാണ് തമ്പ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെന്താ ഉള്ളത്? 4 ഫിംഗർ എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡിനെയാണ് ഈ 4 ഫിംഗർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മിഡിൽ ഫിംഗർ എന്തിനായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക? അവിടെ ഉണ്ടാവുന്ന കറൻറ്റിനെയാണ് എന്ത് ചെയ്യുന്നത്? മിഡിൽ ഫിംഗർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു തരാം അടുത്ത സ്ലൈഡിൽ ഇതിലെ ട്രിക്ക് എങ്ങനെ പഠിക്കാം, ഇത് എങ്ങനെ നമുക്ക് ഓർമ്മിച്ച് പഠിക്കാം എന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡിൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇതിലെന്താണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരം എന്താ ചോദിച്ചിട്ടുള്ളത്? 4 ഫിംഗർ ഓൾവേസ് പോയിന്റ് ടുവേർഡ്സ് ദ ഡയറക്ഷൻ ഓഫ്. 4 ഫിംഗർ ആണ് ചോദിച്ചിട്ടുള്ളത്. 4 ഫിംഗർ എന്തിനാണ്? 4 ഫിംഗർ 4 എന്താണ്? ഫീൽഡാണ്. 4 ഫിംഗർ എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഫീൽഡിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഏതിൻ്റെ? മാഗ്നറ്റിക് ഫീൽഡിനെയാണ് അതെന്ത് ചെയ്യുന്നത്? റെപ്രസെൻറ്റ് ചെയ്യുന്നത്. തമ്പ് എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? മോഷൻ അല്ലേ, അല്ലെങ്കിൽ ഫോഴ്സ്, മോഷനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെന്താ ഉള്ളത്? മിഡിൽ ഫിംഗർ എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? കറൻറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നോട്ട് ചെയ്യാട്ടോ, മറന്നു പോകരുത്. ക്ലിയർ? ക്വസ്റ്റ്യൻ നമ്പർ 2, ഇഫ് ദ തം ഓഫ് ദ റൈറ്റ് ഹാൻഡ് റെപ്രസെൻറ്റ്. ഇനി അടുത്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് ഹാൻഡ് റൂളാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളെന്താ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അനുസരിച്ചിട്ടാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നത്. ഇനി അടുത്തത് നോക്കിയേ, റൈറ്റ് ഹാൻഡ് റൂളാണ്. അപ്പോൾ നോക്കിയേ, ഇഫ് ദ തം ഓഫ് ദ റൈറ്റ് ഹാൻഡ് റെപ്രസെൻറ്റ് ദ ഡയറക്ഷൻ ഓഫ് ദ മോഷൻ ഓഫ് ദി കണ്ടക്ടർ അല്ലേ. മോഷൻ ഓഫ് ദി കണ്ടക്ടർ. റൈറ്റ് ഹാൻഡ് എന്തിലാണ്? ജനറേറ്ററിൻ്റെ ആണ് അല്ലേ. റൈറ്റ് ഹാൻഡ് ഏതിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? DC ജനറേറ്ററിലാണ്. അപ്പോൾ നോക്കൂ, ഇഫ് ദ തം ഓഫ് ദ റൈറ്റ് ഹാൻഡ് റെപ്രസെൻറ്റഡ് ദ ഡയറക്ഷൻ ഓഫ് ദ മോഷൻ ഓഫ് ദ കണ്ടക്ടർ ആൻഡ് ദ 4 ഫിംഗർ റെപ്രസെൻറ്റഡ് മാഗ്നറ്റിക് ഫീൽഡ്. 4 ഫിംഗർ എന്തിനെ തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡിനെ തന്നെയാണ്. അടുത്തത് നോക്കിയേ, ദെൻ ദ മിഡിൽ ഫിംഗർ പോയിന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ്. മിഡിൽ ഫിംഗർ എന്തിനായിരിക്കും അപ്പോൾ കാണിക്കുന്നത്? എന്തിനായിരിക്കും? ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് അല്ലേ, ലെഫ്റ്റ് ഹാൻഡ് റൂൾ പഠിച്ചപ്പോൾ അതേ കാര്യങ്ങൾ തന്നെയല്ലേ റൈറ്റിലും വരുന്നത്. അപ്പോൾ മിഡിൽ ഫിംഗർ എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുക? ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് അല്ലേ. നോക്കിയാൽ ഇൻഡ്യൂസ്ഡ് കറൻറ്റിനെയാണ് എന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? മിഡിൽ ഫിംഗർ. അപ്പോൾ നമുക്ക് എപ്പോഴും എന്താണ് ഈ ഒരു ഏരിയ നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ കൺഫ്യൂഷൻ ആവും. ചിലപ്പോൾ നമ്മൾ കുറേ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്താണ് ലാസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഇതെന്താണെന്നുള്ളത് ഒരു ഡൗട്ട് വരാൻ ചാൻസ് കൂടുതലാണ് അല്ലേ. 4 ഫിംഗർ എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? മിഡിൽ എന്തിനാണ്? തമ്പ് എന്തിനാണ്? ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഓക്കെ ആയിരിക്കും. പക്ഷെ എന്താണ് കുറച്ച് കഴിയുമ്പോൾ നമ്മളെല്ലാം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു ഏരിയ നമുക്ക് കൺഫ്യൂഷനായിട്ട് തോന്നുന്ന ഒരു ഭാഗമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനൊരു ഈസി ആയിട്ട് നമുക്കൊരു ട്രിക്ക് പഠിച്ചാലോ. അപ്പോൾ നിങ്ങൾക്കറിയാം ഫാദർ മദർ ചൈൽഡ് എന്ന് ഈ ഒരു കോഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിൻ്റെയും റൈറ്റ് ഹാൻഡ് റൂളിൻ്റെയും ഓരോ ഫിംഗേഴ്സും എന്തൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഫാദർ, നിങ്ങൾക്കറിയാം ഫാദറാണ് നമ്മളുടെ വീട്ടിലെ ഹെഡ് അല്ലേ. അപ്പോൾ ഫാദറാണ് തമ്പ്. ഫാദറാണ് ആര്? തമ്പെന്ന് മനസ്സിലാക്കി വെക്കുക. ഫാദർ ആരായിരിക്കും? തമ്പെന്ന് ഉള്ള ഒരു കോൺസെപ്റ്റിലോട്ട് വരിക. അപ്പോൾ F4 ഫാദർ. F4 എന്താ? അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് അല്ലെങ്കിൽ എന്താണ്?
മോഷൻ അല്ലേ. അപ്പോൾ എഫ് ഫോർ ഫോഴ്സ് അല്ലെങ്കിൽ എന്നാ തമ്പിനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഫാദർ. അടുത്ത ആളാരാ വീട്ടിലുള്ളത്? മദർ അല്ലേ. മദർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്ത് നോക്കാം? മാഗ്നറ്റിക് ഫീൽഡ്. എം ഫോർ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ എം സെക്കൻഡ് ആള്. തേർഡ് ആരാ? ചൈൽഡ് അല്ലേ, കുട്ടി. ഒരു വീട്ടിൽ ആരുണ്ടാവും? അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, കുട്ടി ഉണ്ടാവും, അറിയാലോ. അപ്പോൾ ഫാദർ ഫോഴ്സ് അത് തമ്പിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മദർ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് അത് നമ്മളുടെ ഫോർ ഫിംഗറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്തത് ആരാണ്? ചൈൽഡ്. സി ഫോർ നടുവിൽ ആരാ? നമ്മളെ മിഡിൽ ഫിംഗറിൽ ആരാണ്? കറന്റ് ആണ് അല്ലേ. സി ഫോർ ചൈൽഡ്. സി ഫോർ എന്താണ്? കറന്റ്, മിഡിൽ ഫിംഗർ. ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിൻ്റെയും റൈറ്റ് ഹാൻഡ് റൂളിൻ്റെയും ഓരോ ഫിംഗേഴ്സും എന്തൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പഠിക്കാം. മറന്നു പോവരുത്. ഏതൊക്കെയാണ്? ആരൊക്കെ ആൾക്കാർ? ഫാദർ, മദർ, ചൈൽഡ്. എഫ് ഫോർ ഫോഴ്സ്, എം ഫോർ മാഗ്നറ്റിക് ഫീൽഡ്, സി ഫോർ ചൈൽഡ്. സി ഫോർ എന്താ? കറന്റ്. ഓക്കെ അല്ലേ? എളുപ്പമായില്ലേ? ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് ഈസി ആയി കാണും വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ നമ്മുടെ CCയിൽ KICB വർക്കറിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയുള്ളൊരു ക്ലാസ് ആയിരിക്കും. ഡെയിലി ലൈവ് സെക്ഷൻസും MCQs ഒക്കെ ഉള്ളൊരു നല്ലൊരു ക്ലാസ്സാണ്. വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, താങ്ക് യു. CC ഓണം, നല്ലോണം പഠിച്ചോണം.